കണ്ണൂർ കൈതപ്രത്ത് 49-കാരനെ വെടിവെച്ചു കൊന്നു. രാധാകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. പ്രതി പെരുമ്പടവ് സ്വദേശി സന്തോഷ് കസ്റ്റഡിയിൽ. കൊലപാതകം നടത്തുമെന്ന് സൂചന നൽകി പ്രതി ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. തോക്ക് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തത് കൊലപാതകത്തിന് 1 മണിക്കൂർ മുൻപ്. കൊള്ളിക്കുക എന്നതാണ് ടാസ്ക്, കൊള്ളുമെന്നുറപ്പ് എന്നാണ് പോസ്റ്റിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. കൊലപാതകം നടത്തിയ ശേഷവും പോസ്റ്റിട്ടു. വെടിയുതിർത്ത് പോയിന്റ് ബ്ലാങ്കിൽ നിന്ന്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. അരുൺ, സന്തോഷിനെ 1 മണിക്കൂറിൽ തന്നെ പിടികൂടാൻ പോലീസിനായി എന്നുള്ളത് ഈ കേസിലേറെ നിർണായകമാണ്. എന്തൊക്കെ കാര്യങ്ങൾ നിലവിൽ സന്തോഷ് പോലീസുമായി പങ്കുവച്ചിട്ടുണ്ട്? പോലീസ് എന്തൊക്കെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് ഇപ്പോൾ? പ്രവിത, സന്തോഷ് ഇപ്പോൾ ഉള്ളത് പരിയാരം പോലീസ് സ്റ്റേഷനിലാണ്. പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും സന്തോഷിനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സന്തോഷ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പോലീസിനോട് ഇപ്പോൾ പറയുന്നത്. നേരത്തെ തന്നെ വ്യക്തി വൈരാഗ്യം രാധാകൃഷ്ണനോട് ഉണ്ടായിട്ടുണ്ട് എന്ന് സന്തോഷ് പറയുന്നുണ്ട്. എന്താണ് ആ വ്യക്തി വൈരാഗ്യത്തിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ ഈ നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. പക്ഷെ ആ തർക്കം മാത്രമല്ല ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് പോലീസ് എന്തായാലും ഉള്ളത്. അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായ എന്തെങ്കിലും ഇടപാടിന്റെ പ്രശ്നമല്ല. അതിനപ്പുറത്തേക്ക് ഇവർ ഈ രാധാകൃഷ്ണനെ സ്ഥിരമായി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താറുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ തോക്ക് കൈവശം വെച്ച് ഇത് ആസൂത്രണം ചെയ്ത് ഈ കൊലപാതകത്തിലേക്ക് പോകണമെങ്കിൽ അതിനൊരു കൃത്യമായിട്ടുള്ള മോട്ടീവ് ഉണ്ടാവണം. നേരത്തെ ഉണ്ടായ എന്തെങ്കിലും ഒരു തർക്കത്തിന്റെ പേരിൽ മാത്രമായിരിക്കില്ല. തോക്ക് കൈവശം വെച്ച് കൃത്യമായി എത്തുന്നു. രാധാകൃഷ്ണനെ കൂട്ടിയ നിർമ്മാണം നടക്കുന്ന വീട്ടിലേക്ക് പോകുന്നു. പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. അതായത് ഈ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് പ്രകാരമാണെങ്കിൽ ഈ കൊലപാതകത്തിന് മുമ്പും സന്തോഷ് ഫേസ്ബുക്കിൽ ചില കുറിപ്പുകൾ, അതായത് ഈ തോക്ക് പിടിച്ചുള്ള ഒരു ഫോട്ടോയും ഉൾപ്പെടെയുള്ള കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഈ കൊലപാതകത്തിന് ശേഷവും ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ആ പോസ്റ്റിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ കൊലപാതകം താൻ ആ പക വീട്ടി കൊലപാതകം നടത്തി എന്ന് സൂചിപ്പിക്കുന്ന ചില വാക്കുകളാണ് അതിലുള്ളത്. അപ്പോൾ പോലീസ് ഇതിൽ അനുമാനിക്കുന്നത് കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിലുണ്ട്. കൊല നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സന്തോഷ് അവിടെ എത്തിയത്, അതായത് ഈ കൈതപ്പുറത്ത് എത്തിയത് എന്നതാണ് പോലീസിന്റെ ഒരു നിഗമനം. ഇനി പോലീസിന് മുന്നിലുള്ള ഒരു വെല്ലുവിളി ഈ തോക്ക് കണ്ടെത്തുക എന്നതാണ്. അത് ഒരുപക്ഷെ ഈ സന്തോഷിനെ ചോദ്യം ചെയ്യലിലൂടെ തോക്ക് എവിടെയാണ് ഒളിപ്പിച്ചത് അല്ലെങ്കിൽ ഉപേക്ഷിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. ആ പരിശോധന എന്തായാലും പോലീസ് നടത്തുന്നുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ഒരു അവ്യക്തത, അതായത് കൃത്യമായ മോട്ടീവിന്റെ കാര്യത്തിലൊക്കെ ഒരു വ്യക്തതക്കുറവ് ഇപ്പോഴും ഉണ്ടെങ്കിലും ഈ കൊലപാതകം നടത്തിയ രീതിയെക്കുറിച്ച് പോലീസിന് കൃത്യമായ ഒരു ചിത്രം ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് പോലീസ് വിശദീകരിക്കുന്നതുമുണ്ട്. ഇന്ന് വൈകിട്ട് രാധാകൃഷ്ണനെ ഇവർ കണ്ടുമുട്ടുന്നു. അവർ വീണ്ടും തർക്കത്തിൽ ഏർപ്പെടുന്നു. പക്ഷേ കയ്യിൽ കരുതിയിരുന്ന തോക്ക് ഉപയോഗിച്ച് നിർമ്മാണം നടക്കുന്ന വീട്ടിലെത്തിച്ച് കൃത്യമായി വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ സന്തോഷിനെ മറ്റ് പ്രദേശവാസികളെല്ലാം തിരിച്ചറിഞ്ഞതോടെ തന്നെ പോലീസിന് ആ വിവരം നൽകുന്നു. അങ്ങനെ സന്തോഷാണ് ഈ കൊലപാതകി എന്ന് തിരിച്ചറിയുന്നു. 1 മണിക്കൂറിനുള്ളിൽ സന്തോഷിനെ പിടികൂടാൻ സാധിച്ചു. അങ്ങനെയാണ് അത് ഇപ്പോൾ പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ നിർണായകമായി. ഇനിയിപ്പോൾ അറിയേണ്ടത് എന്താണ് യഥാർത്ഥ കാരണം. ഈ പറയുന്നത് പോലെ നിലവിൽ ഇപ്പോൾ സന്തോഷ് പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു സാമ്പത്തിക ഇടപാട് മുമ്പ് നൽകിയ കരാറ് പിന്നീട് മറ്റൊരാൾക്ക് മാറ്റി നൽകിയതുമായി ബന്ധപ്പെട്ട തർക്കമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസവും മാത്രമല്ല ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൃത്യമായ ഒരു ക്രൂരമായ കൊലപാതകം ആസൂത്രണം ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു വ്യക്തമായ കാരണം ഉണ്ടാകണം. ആ കാരണം തേടിയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് ഈ പ്രതിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, എന്താണ് ഇയാളെ കുറിച്ച് പറയാനുള്ളത്? ഇയാളുടെ കയ്യിൽ എങ്ങനെയാണ് തോക്ക് ലഭിച്ചത്? ഈ കാര്യങ്ങൾക്കൊക്കെ ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടതല്ലേ? ഈ തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു പോലീസിന് കൃത്യമായ വ്യക്തതയില്ല. കാരണം ഈ തോക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ലൈസൻസ് ഉള്ള തോക്കാണെന്നുള്ള പ്രാഥമികമായ ചില വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷെ ഈ സന്തോഷിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, സന്തോഷ് ഫേസ്ബുക്കിൽ ഇത്തരം വെല്ലുവിളികളും ഇത്തരം പോസ്റ്റുകളൊക്കെ പങ്കുവെക്കുന്ന ആളാണ്. ഇയാൾ തോക്ക് കൈവശം വെച്ച് ഉപയോഗിക്കുന്ന ആളാണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. എന്തായാലും അങ്ങനെ ഒരു പശ്ചാത്തലം ഈ സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സന്തോഷ് ശ്രീകണ്ഠാപുരം ഇരിക്കൂർ സ്വദേശിയാണ്. അടുത്ത കാലത്താണ് ഈ പെരുമ്പടവിലേക്ക് താമസം മാറ്റുകയും അവിടെ താമസം തുടരുകയും ചെയ്യുന്നത്. യഥാർത്ഥ സ്ഥലം എന്നുള്ളത് ഇരിക്കൂറാണ്, ശ്രീകണ്ഠാപുരം ഇരിക്കൂറാണ്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലമാണ് സന്തോഷിനുള്ളത്. നേരത്തെ എന്തെങ്കിലും ക്രിമിനൽ കേസുകളിൽ പ്രതിയല്ല. അത്തരമൊരു പശ്ചാത്തലമൊന്നും എന്തായാലും ഇല്ല എന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. പക്ഷേ
അയാൾ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാനസികാവസ്ഥയുള്ള ആളാണ്. അത്തരം ആ തോക്ക് കൈവശം വെച്ച് അത് ഉപയോഗിച്ച് ഇയാളെ കൊലപ്പെടുത്തുക. ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ ഒരു ക്രിമിനൽ സ്വഭാവം സൂചിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ്. കൊലപാതകത്തിന് മുമ്പും ശേഷവും ഫേസ്ബുക്കിലൂടെ അത് അറിയിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ള അത്ര ക്രൂരമായ ഒരു മാനസികാവസ്ഥയുള്ളവർക്ക് മാത്രമേ അങ്ങനെ സാധിക്കൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ സന്തോഷിനെ കുറിച്ചും സന്തോഷിന്റെ പശ്ചാത്തലത്തെ കുറിച്ചും ഒക്കെ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഒരു നടുക്കുന്ന സംഭവം തന്നെയാണ് ഈ കൈതപ്പുറത്തുണ്ടായിട്ടുള്ളത്. പൂർണ്ണമായ ഒരു ഗ്രാമപ്രദേശത്തിൽ നടന്ന ക്രൂരമായ കൊലപാതകം, അതിന്റെ ഒരു ഞെട്ടൽ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ ഉള്ള ഒരു നാടല്ല ആ കൈതപ്പുറം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇത് അവർ വലിയ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ കൊല നടത്താൻ പാകത്തിലുള്ള എന്തെങ്കിലും ഒരു തർക്കമോ പ്രശ്നങ്ങളോ ഇവർ തമ്മിൽ ഉള്ളതായി നാട്ടുകാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾക്ക് നാട്ടുകാർക്കും ഒരു വ്യക്തത കുറവുണ്ട്. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് എന്തായാലും കടന്നിട്ടുണ്ട്. അത്തരം ചോദ്യം ചെയ്യലിലൂടെ വരും മണിക്കൂറിൽ കൂടുതൽ വ്യക്തത വരും എന്നതാണ് പോലീസിന്റെ ഒരു നിഗമനം. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകുന്നത്. ഞെട്ടിക്കുന്ന സംഭവമാണ് കണ്ണൂർ കൈതപ്രത്തുണ്ടായത്. 49-കാരനെ വെടിവെച്ചു കൊന്നു. രാധാകൃഷ്ണൻ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണെന്നാണ് പോലീസ് അറിയിക്കുന്നത്.